ഹായ് ഓൾ. ഞാൻ സത്യം പറഞ്ഞ ഇന്നത്തൊരു ദിവസം വ്ളോഗ് എടുക്കാനൊരു പ്ലാൻ ആയിരുന്നില്ല എനിക്കുള്ളത്. പക്ഷേ ഞാനത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു വ്ളോഗാണ് എടുത്ത്. അതുകൊണ്ട് ഞാൻ മൈക്കൊന്നും കൊണ്ടുവരുന്നില്ല. മൈക്ക് ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയാം. കുറച്ച് ദിവസമായി അമ്മ എൻ്റെ അടുത്ത് പറയുന്നത് നമുക്കൊന്ന് അതിരപ്പള്ളി പോയാലൊന്നും. കാരണം ഇപ്പോൾ അതിരപ്പള്ളി സീസൺ ടൈം ആയതുകൊണ്ട് നല്ല മഴയ്ക്കുള്ള സമയമായതുകൊണ്ട് നല്ല അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരിക്കലും കൊണ്ടുപോകൊണ്ടിരിക്കില്ല, നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളത് ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു പ്ലാനില്ലാണ്ട് ഞങ്ങളൊരു ഇറങ്ങിയൊരു യാത്രയാണ്. ദേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടോ, വീഡിയോഗ്രാഫർ ആളുടെ ഫോണിൽ സ്റ്റാറ്റസ് ഇടാനായിട്ട്. അങ്ങനെ അതിരപ്പള്ളി ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ പോയപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയായിരുന്നു, ഈ മഴയ്ക്ക് മുന്നേ പോയപ്പോൾ. ഇപ്പം പിന്നെ അന്തരീക്ഷം കംപ്ലീറ്റ് മാറിയല്ലോ, ഫുൾ മഴക്കാലമായില്ലേ. അപ്പോൾ നല്ല രസമായിരുന്നു ഈ ഒരു വഴിക്ക് പോകാനായിട്ട്. അതൊക്കെ വേറെ കൈൻഡ് ഓഫ് വൈബാണ്. നമ്മളത് പോയി തന്നെ ആസ്വദിക്കണത്. എൻ്റെ വീട്ടിൽ നിന്നെന്തോ 45 മിനിറ്റ് എന്തോ ഉള്ളൂ അതിരപ്പള്ളിക്ക് സത്യം പറഞ്ഞു. അപ്പോൾ ഞാൻ കൂട്ടുകാരൊക്കെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ഒരു റൂട്ടാണ്. ഈ ഒരു കാട്ടിൽ കൂടെ ഇങ്ങനെ പോയി നമ്മൾ ആദ്യം ഡ്രീം വേൾഡിലേക്ക് കഴിയും. ഡ്രീം വേൾഡ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്താൻ പോകുന്നത് സിൽവർ സ്ട്രോം. അതിൻ്റെ അടുത്ത് നേരെ ഓപ്പോസിറ്റ് ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടെ ഒരു 2-3 ചായക്കടയുണ്ട്. അവിടെ അതിൻ്റെ വിഷ്വൽ സത്യം പറഞ്ഞാൽ എടുത്തിട്ടില്ല, പക്ഷേ അത് ഭയങ്കര രസമാണ് അവിടെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചായ കുടിക്കാനും വെറുതെ കൂട്ടുകാരായിട്ട് കറങ്ങി കിടന്ന് ചായ കുടിക്കാനും. അവിടെ നിന്ന് ഈ മാഗി നൂഡിൽസൊക്കെ അവിടെ കിട്ടുന്ന സ്പോട്ടാണ്. മാഗി അത്ര നല്ലതല്ലെങ്കിലും അവിടെ ആ ഒരു കൈൻഡ് ഓഫ് വൈബിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതിപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് എന്ന് വെച്ചാൽ ഇവിടെ ഈ അടുത്ത് വന്ന കുറച്ച് ഹോട്ടൽസാണ്. ഞാൻ ഇവിടേക്ക് ഫുഡ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കാൻ ഇപ്പം നിങ്ങൾ കാണുന്നതാണ് തുമ്പൂർ മൊഴി. ഇവിടെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വഴിയൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. ഓരോ സ്ഥലത്തും കയറി അങ്ങനെ പോകാനൊരു ഇതായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണിക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇരുട്ടണ മുന്നേ നമുക്ക് തിരിച്ച് വരികയും ചെയ്യണം, അല്ലെങ്കിൽ ഇരുട്ടിയാൽ അവിടെ ആനയ്ക്ക് ഇറങ്ങുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്താ അവസ്ഥ എന്ന്. നമ്മുടെ ഇൻസ്റ്റയിലേക്ക് അത്യാവശ്യം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സ്പോട്ടാണ് ഈ സ്പോട്ട്, ചാർപ്പ വെള്ളച്ചാട്ടം. ഈ പാലയ്ക്ക് പുതിയതായിട്ട് വന്നതാണ്. ഈ ഒരു ഇപ്പോൾ സത്യം പറഞ്ഞ വെള്ളം ഓക്കെ ഉണ്ടെന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ വെള്ളം കുറവാണ്. നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ കയറിക്കുമ്പോൾ സത്യം പറയാം നമ്മൾക്ക് വെള്ളം കാരണം നമ്മൾ കുളിച്ചു പോകും. നല്ല രസമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നോക്കിക്കാനും. ആ വെള്ളം ഇട്ടിട്ട് നമ്മൾ മേത്തേക്ക് വീഴും. ഇതേ വീഡിയോഗ്രാഫർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഫോണിൽ ആളുടെ. ഇതത്ര വെള്ളം പോരാ സത്യം പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനൊന്നുമല്ല. മുന്നേക്ക് ഭയങ്കര മഴക്കാലത്തൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ആ റോഡിൻ്റെ അവിടം വരെ വെള്ളം വരും. ഇപ്പോഴൊക്കെ മാറ്റി ഉണ്ടെന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചാർപ്പ വെള്ളച്ചാട്ടം കണ്ട് നേരെ കൈ പിടിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഇനി നേരെ ഞങ്ങൾ പോകുന്നത് വാഴച്ചാലിലേക്കാണ്. അവിടെ അടിപൊളിയാണ്. ഞാൻ സത്യം പറഞ്ഞ ഫ്രണ്ട്സിൻ്റെ കൂടെ അതിരപ്പള്ളിക്ക് വരെ വരാറുണ്ട്. പിന്നെ ഇങ്ങോട്ട് വെറുതെ ഡ്രൈവിന് പോകാറുണ്ട്. പിന്നെ ഈ വഴിക്ക് നേരെ വിട്ടാൽ പോകുന്നത് മലക്കപ്പാറയിലേക്ക് പോകുന്നത്. മലക്കപ്പാറയായിട്ട് വാൽപ്പാറയും, പിന്നെ ആ വഴി നമുക്ക് തമിഴ്നാട് കയറാം. അങ്ങനെ ഞാൻ പലവട്ടമായിട്ട് ഞാൻ പോയിട്ടുണ്ട്. മലക്കപ്പാറയ്ക്ക് പോകുമ്പോഴാണ് മലക്കപ്പാറ വാൽപ്പാറ അവിടേക്ക് നമുക്ക് പോകുമ്പോൾ ഇഷ്ടം പോലെ ആനേനെ കാണാൻ പറ്റും, എല്ലാ സാധനത്തിനും അവിടെ കാണാൻ പറ്റും. പിന്നെ അവിടേക്കൊക്കെ പോകണമെങ്കിൽ ഞങ്ങൾ രാവിലെ ഒരു 5:30-ക്കെങ്കിലും ഈ അതിരപ്പള്ളിയുടെ ആ റൂട്ടിലേക്ക് കയറണം. എന്നാലേ നമുക്ക് നല്ല രീതിക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വെയിലൊക്കെ ചെറുതായിട്ട് വരാണെങ്കിൽ ശോഭമാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു കാലാവസ്ഥയിൽ ഭയങ്കര ഇവിടെ കോടമഞ്ഞൊക്കെ ഇറങ്ങേണ്ടത് ഞാനത് കുറച്ച് റീലിലും പിന്നെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു. പോയിട്ടില്ല, പോകണം വൈകാതെ തന്നെ. അങ്ങനെ ഞങ്ങളിത് വാഴച്ചാലെത്തി. ഇതാണ് വാഴച്ചാലിൻ്റെ ഗേറ്റ്. പിന്നെ അപ്പുറത്തായിട്ട് ഒരു വാഴച്ചാലിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റ് കടന്നിട്ട് നമുക്ക് മലക്കപ്പാറയ്ക്ക് പോകാൻ പറ്റുന്നത് വാൽപ്പാറയും. വാഴച്ചാൽ പക്ഷേ സത്യം പറഞ്ഞാൽ കുറച്ചധികം കാണാനുണ്ട്. നല്ല രസമാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. മീൻസ് നല്ല വൈബാണ് അവിടെ. ഞാൻ
ഞാനിവിടെ ഓൾറെഡി വ്ളോഗ് എടുക്കുന്നുണ്ട്. പിന്നെ അതേ ആളവിടെ ആളുടെ ഫോണിൽ പിടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിഷ്വൽസൊക്കെ എടുക്കാൻ. പിന്നെ ഇവിടുത്തെ സീനിക് ബ്യൂട്ടി എൻ്റെ മുന്നോ രക്ഷയില്ല. പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം ഇതിലേക്ക് എങ്ങാനും വീടാ ഈ വെള്ളത്തിൽ നേരെ നമ്മളെൻ്റെ വീടിൻ്റെ ചാലക്കുടി ഇവിടെ വന്ന് ആ പുഴയിൽ വന്നെത്തും. എൻ്റെ വീഡിയോഗ്രാഫർ വേറെ ആരുമല്ല, എൻ്റെ അമ്മ തന്നെയാണ്. അതിൻ്റേതായ കുറച്ച് ഇതൊക്കെ ഉണ്ട്, എന്നാലും നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ല രീതിക്ക് എടുക്കേണ്ട ആൾ. ഇപ്പം കാണുന്ന ഈ വിഷ്വലിലേക്ക് ഭയങ്കര ഇഷ്ടം, നല്ലൊരു സിനിമാറ്റിക് ഫീൽ കിട്ടിയായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു ഇതെടുത്തേക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പുറപ്പാടായി. ഞങ്ങളതേ കൈയും പിടിച്ച് അമ്മേനെ വലിച്ച് കയറ്റി ഞങ്ങളിവിടെ നിന്ന് പുറപ്പെടായി. അതിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾ കണ്ടിവിടെ. ഈ കുഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിന്നെ ഫോറസ്റ്റേഴ്സായിരുന്നു ഇതൊക്കെ. അമ്മ അവരോടൊക്കെ എന്തൊക്കെയാണ് പറയണ്ടായിരുന്നു. വന്ന വഴിക്ക് നമുക്ക് വ്യൂ പോയിൻ്റ് കാണാൻ പറ്റും. ആ വ്യൂ പോയിൻ്റിൽ നിന്ന് കാണുന്ന വിഷ്വലാണ് ഇപ്പോൾ കാണുന്നത്. അതിരപ്പള്ളി ഞങ്ങൾ അങ്ങോട്ട് പോയിണ്ടായില്ല, അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ഒരു ലോങ്ങിൽ നിന്നാണ് കണ്ടത്. സത്യം പറഞ്ഞാൽ വെള്ളം ഉണ്ടെന്നുള്ള വെള്ളച്ചാട്ടത്തിൽ, പക്ഷേ കുറവാണ് സത്യം പറഞ്ഞാൽ. എൻ്റെ ഫോഴ്സ് ഇതെല്ലാം നമുക്ക് ഞാൻ കണ്ടേക്കുന്ന ഫോഴ്സ് ഇതിനപ്പുറമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഉണ്ടെന്നുള്ളൂ. സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാനുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ് വ്ളോഗ് എടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാമെന്നുള്ള പ്ലാൻ ഇട്ടത് തന്നെ. അതുകൊണ്ട് തന്നെ മൈക്കുണ്ടായില്ല, ഞാനോട് പ്രിപ്പയർ ചെയ്യാനുണ്ടായില്ല. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ ഹാപ്പി ആവാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇത് ഒട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഇതൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓക്കെ.